നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബിഗ് ബോസിന് പിന്നിലെ ചില സംഭവങ്ങളെ പറ്റിയാണ്. പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഫേക്ക് ആണ്, ബിഗ് ബോസ് തന്നെ ഫേക്ക് ആണ്, ബിഗ് ബോസിന്റെ ആങ്കേഴ്സിനോടല്ല എന്താണ് ബിഗ് ബോസ് ടീം പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ എല്ലാം നമുക്ക് നോക്കാം. ഒരു ഫേമസ് ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആയിരുന്നു ജോർജ് ഓർവെൽ. ഇദ്ദേഹത്തിന്റെ 1984 എന്ന നോവലിൽ ആളുകളെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ബിഗ് ബ്രദർ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് 1999 നെതർലൻഡ്സിൽ ആദ്യമായി ബിഗ് ബ്രദർ എന്ന ഷോ തുടങ്ങിയത്. തമ്മിൽ പരിചയമില്ലാത്ത ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ ഇവർ ഒരു ഹൗസിൽ കൊണ്ടുവന്നു. ചുറ്റും ക്യാമറകൾ, പല പല ഗെയിമുകൾ, ആഴ്ചയിൽ ഒരാൾ പുറത്താവും. ഈ ഒരു ഷോ പിന്നീട് വേൾഡ് വൈഡായി സ്പ്രെഡായി. ഇന്ത്യയിൽ ബിഗ് ബോസ് എന്ന പേരിൽ വന്നു. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എവിടെയോ കിടക്കുന്ന ബിഗ് ബോസ് ആണ്, നമ്മുടെ ബിഗ് ബോസുമായി യാതൊരു ബന്ധവുമില്ല. പലരും കരുതിയിരിക്കുന്നത് ഓരോ ബിഗ് ബോസിന്റെയും ഓണർഷിപ്പ് സെപ്പറേറ്റ് ആണെന്നാണ്. ഇന്ത്യക്കാരന്റെ ബിഗ് ബോസ് വേറെ, അമേരിക്കയുടെ വേറെ, ചൈനയുടെ വേറെ, അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ലോകത്തിലെ എല്ലാ ബിഗ് ബോസും ബനിജയ് ഗ്രൂപ്പ് എന്ന ഒരു ഫ്രഞ്ച് കമ്പനിയുടെ പേരിലാണ്. അതിനി ബംഗാളികൾ ഉണ്ടാക്കിയ ബിഗ് ബോസ് ആണെങ്കിലും, ഇനി ഉഗാണ്ടയിലിരിക്കുന്ന ബിഗ് ബോസ് ആണെങ്കിലും, നമ്മുടെ അടക്കം എല്ലാ ബിഗ് ബോസും ഇവരുടെ ഓണർഷിപ്പിലാണ്. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ലോക്കലായി ആർക്കും മറ്റൊരു ഷോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഈ ഒരു കമ്പനിയുടെ പെർമിഷൻ വേണം. കാരണം ഇവരാണ് ഈ ഒരു ഫോർമാറ്റ് ആദ്യമായി ഉണ്ടാക്കിയത്. ഇവർ അങ്ങനെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മലയാളി ഹൗസ് എന്ന ഷോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അത് ശരിയാണ്, മലയാളത്തിൽ ആദ്യമായി ബിഗ് ബോസ് ഫോർമാറ്റിൽ വന്ന ഷോ ഈ ഒരു മലയാളി ഹൗസ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ഷോ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇതിന്റെ പ്രധാന കാരണം ബിഗ് ബോസ് കമ്പനി കോപ്പിറൈറ്റ് കൊടുത്തതാണ്. എന്തു തന്നെ ആയാലും ഒരു സീസൺ മുഴുവനായി സക്സസ് ആയി ഈ ഒരു ഷോ ഇറക്കി. ഓരോ രാജ്യത്തും ഈ ഒരു കമ്പനി ബിഗ് ബോസ് നടത്താൻ പല കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനിയാണ് എൻഡമോൾ. ഇന്ത്യയിലെ മുഴുവൻ ബിഗ് ബോസും ഈ ഒരു കമ്പനിയാണ് മാനേജ് ചെയ്യുന്നത്. ഇവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നാൽ കാസ്റ്റിംഗ് ചെയ്യാൻ കഴിയും, അതായത് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാം, മാനേജിങ്, ബിഗ് ബോസ് ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഫോർമാറ്റും റൂൾസും ബനിജയ് ഗ്രൂപ്പിന്റെ ആയിരിക്കും. ലോകത്തിലെ എല്ലാ ബിഗ് ബോസും സെയിം ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ഡൗട്ട് ഇവരുടെ ഫോർമാറ്റ് വെച്ച് തന്നെ നോക്കാം. ചില ആളുകൾ പറയുന്നു ബിഗ് ബോസ് ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്, മറ്റു ചില ആളുകൾ പറയുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന്. എന്നാൽ ബനിജയ് കമ്പനിയുടെ ഫോർമാറ്റ് അനുസരിച്ച് ബിഗ് ബോസ് ഒരു സെമി സ്ക്രിപ്റ്റഡ് ആണ്, അതായത് പകുതി സ്ക്രിപ്റ്റ് പകുതി നാച്ചുറൽ. നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഷൂട്ടിംഗ് പോലെ കണ്ടസ്റ്റൻസ് അവിടെ അഭിനയിക്കുകയല്ല, അവിടെ നടക്കുന്ന എല്ലാം നാച്ചുറലാണ്. പക്ഷേ കുറച്ച് ആൾക്കാരെ ഒരു വീട്ടിൽ കൊണ്ടുവന്നു അതിന്റെ ഫൂട്ടേജ് നമ്മളെ വെറുതെ കാണിച്ചാൽ കാണുന്ന നമുക്കൊരു രസമുണ്ടാവില്ല. അവർക്കാണെങ്കിൽ TRP റേറ്റിംഗും കിട്ടില്ല, പൈസയെല്ലാം വെറുതെയാവും. അതുകൊണ്ട് ബിഗ് ബോസ് ടീം പല പല സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, പല പല ടാസ്ക് കൊടുക്കും, പണിഷ്മെന്റ് കൊടുക്കും, അങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. 24 മണിക്കൂറുള്ള ഫുട്ടേജ് കട്ട് ചെയ്ത് മണിക്കൂറുകളാക്കിയാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിനായി ഒരു ഡയറക്ടറും എഡിറ്റിംഗ് ടീമും ഉണ്ട്. ഇതിലൂടെ അവർക്ക് ഒരു വില്ലനെയും നായകനെയും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നെഗറ്റീവ് ആണെന്ന് കരുതുന്നവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവുക, പക്ഷെ എല്ലാം നമ്മൾ കാണുന്നില്ല. പല സീനുകളും കട്ട് ചെയ്തു പോകുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ പല കണ്ടസ്റ്റൻസും പറയാറുണ്ട് ഇതിനു മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, പക്ഷെ ഇതൊന്നും ബിഗ് ബോസ് കാണിച്ചില്ല എന്ന്. അപ്പോൾ ബിഗ് ബോസ് ടീം വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും വില്ലനും നായകനുമാക്കാം. കട്ട് ചെയ്ത് കളഞ്ഞത് എന്തിനാണെന്ന് ആർക്കും ചോദിക്കാൻ കഴിയില്ല, കാരണം അവർക്കൊരു ന്യായമായ മറുപടി പറയാം. എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ ചുരുങ്ങിയ ടൈമിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും കട്ടിങ് വേണം. മറ്റൊരു കാര്യമാണ് ബിഗ് ബോസിന്റെ വോട്ടിംഗ്. ബിഗ് ബോസിന്റെ വോട്ടിംഗ് 100% ജെന്യുവിൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഓഡിയൻസിൽ നിന്ന് അവർ ജെന്യുവിനായി വോട്ട് കളക്ട് ചെയ്യുമെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഫൈനൽ ഡിസിഷനിൽ അവരുടേതായ പങ്കുമുണ്ടാവും. ഇടയ്ക്ക് ബിഗ് ബോസ് ഒരു ഫേക്ക് എവിക്ഷൻ നടത്തും. ആള് പുറത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ട് റൂമിലേക്ക് വിടും. പെട്ടെന്ന് ആൾ തിരിച്ചു വരുന്നു. ഇതിലൂടെ ഓഡിയൻസിന്റെ ക്യൂരിയോസിറ്റി കൂടും, TRP റേറ്റിംഗും കൂടും. ചില ടൈമിൽ ബിഗ് ബോസ് ഫാൻ ബേസ് ഉള്ള ആരെങ്കിലും എടുത്ത് പുറത്തു കളയും. ഇനി ഞാൻ ബിഗ് ബോസ് കാണില്ല എന്ന് പല ആളുകളും സോഷ്യൽ മീഡിയാസിൽ കമന്റ് ചെയ്യുമെങ്കിലും ഭൂരിഭാഗം ആളുകളും പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റ് ആയതിനാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ബാക്കി എന്തായാലും കാണും. അങ്ങനെ വീണ്ടും TRP കൂടും. ഇനി ശരിക്കും നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആൾ പോയി ഓഡിയൻസ് കുറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വഴി വേറെയും ആളുകൾ വരുന്നു. ആളുകളുടെ ക്യൂരിയോസിറ്റി ഇവരിലേക്കും വരുന്നു. ഇനി മറ്റൊരു കാര്യമാണ്, എന്താണ് ബിഗ് ബോസ് ഹോസ്റ്റിനോട് ബിഗ് ബോസ് ടീം പറയുന്നത് എന്നുള്ളത്. ബിഗ് ബോസിന്റെ ആങ്കർ വീക്ക്ലി ഷോയിലേക്ക് വരുമ്പോൾ തന്നെ അവർക്കൊരു സമ്മറി റിപ്പോർട്ട് കൊടുക്കും. ഈ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം അതിലുണ്ടാവും. പിന്നീട് ഇയർപീസിലൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ ഒരു ഫൈറ്റിനെ പറ്റി ചോദിക്കൂ, ഒരു കണ്ടസ്റ്റൻസ് റൂൾ ബ്രേക്ക് ചെയ്തു അതിനെ പറ്റി ചോദിക്കൂ, ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതാണ് എല്ലാ ബിഗ് ബോസിന്റെയും ബേസിക് ഫോർമാറ്റ്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രവചനാതീതമാണ്.